Hi all, welcome to our new session. Today we are going to talk about the last chapter from your text, that is Shades and Shadows. It is an article about Kevin Carter. So he is a photographer. So Kevin Carter, ഈ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. So this article gives us more detailed description about Kevin Carter. This article, Shades and Shadows, which appeared in the Times in 1994, presents the life and career of Pulitzer Prize winning news photographer Kevin Carter. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. പുലിറ്റ്സർ പ്രൈസ് വിന്നിംഗ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള കെവിൻ കാർട്ടറിനെ ലോകപ്രശസ്തനാക്കിയതും ഒരേ സമയം ആത്മഹത്യയിലേക്ക് നയിച്ചതും ഒരേ ഒരു ഫോട്ടോഗ്രാഫാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വൾച്ചർ ആൻഡ് ദ ഗേൾ എന്ന് പറയുന്ന ആ ഫോട്ടോഗ്രാഫ് തന്നെ. സോ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ +1 ഈക്വലൻസി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വെയിറ്റേജ് കുറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു പ്രൊഫൈൽ ആകാം. അതർവൈസ് യു ആർ ആസ്ക്ഡ് ടു ഇന്റർവ്യൂ കെവിൻ കാർട്ടർ. സോ റൈറ്റ് 4 ക്വസ്റ്റ്യൻസ്. അത്തരത്തിലൊരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയറിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദി സെഷൻ. ഓക്കെ, സോ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് കെവിൻ കാർട്ടർ. കെവിൻ കാർട്ടറിന്റെ തന്നെ പ്രൊഫൈൽ എക്സാമിന് ചോദിക്കണം എന്നില്ല, എന്നാലും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, സാധ്യതയുണ്ട്. സോ ഒരു പ്രൊഫൈൽ എഴുതുന്നതിന്റെ രീതി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഫോർ നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ കെവിൻ കാർട്ടറിന്റെ ഒരു പ്രൊഫൈല് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാണ്. ഇപ്പൊ നിങ്ങളുടെ തന്നിട്ടുള്ള ഹിൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ ബോൺ, ജനിച്ച വർഷമുണ്ടാവും, ഡൈഡ്, അതുപോലെ നാഷണാലിറ്റി, പ്രൊഫഷൻ, ഫേമസ് ഫോർ, അവാർഡ്, ഗ്രൂപ്പ്, ഇഷ്യൂ ആൻഡ് കോസ് ഓഫ് ഡെത്ത്. പല രീതിയിലായിരിക്കും ഹിൻസ് തരിക. അത് ഇന്ന ഒരു പെർട്ടിക്കുലർ രീതിയിൽ തന്നെ തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഓരോ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് തരും. അത് ഔട്ട് ഓഫ് സിലബസ് തന്നെ ആവണമെന്നും, ഒരുപക്ഷെ വെളിയിൽ നിന്ന് വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗറിന്റെ ചോദിച്ചേക്കാം. നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു റൈറ്ററിന്റെയോ അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റിയുടെയോ തന്നാലും ഒരു പ്രൊഫൈല് നമ്മൾ എഴുതാൻ പ്രാപ്തരായിരിക്കണം. സോ ഇത്തരത്തിലൊരു പ്രൊഫൈല് തരുമ്പോൾ ആ പ്രൊഫൈലിനെ എഴുതേണ്ട രീതി, ഈ തന്നിരിക്കുന്ന ഹിൻസിനെ ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ ഇറ്റ് ബിക്കേം എ പ്രൊഫൈൽ. സോ അത്തരത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയും അതേപോലെ എക്സാമിന് ആൻസർ ഷീറ്റിലേക്ക് എങ്ങനെ പകർത്തണം എന്നുള്ളത് പറഞ്ഞു തരികയാണ് ഈ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പൊ ഹിൻസ് ഒക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ഇതിനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാണ് വേണ്ടത്. കെവിൻ കാർട്ടർ. അപ്പൊ ഹിൻസ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ദെൻ നമുക്ക് അതിന്റെ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതുകയും വേണം. സോ ബോൺ എന്ന് പറയുന്ന ഹിന്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ജനിച്ച വർഷം അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. സ്പെസിഫിക്കലി പലപ്പോഴും ഡേറ്റും മന്തും തരാറാണ് പതിവ്. പക്ഷെ കെവിൻ കാർട്ടറിന്റെ കേസിൽ നമുക്ക് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഹി വാസ് ബോൺ ഇൻ 1960 ഇൻ സൗത്ത് ആഫ്രിക്ക. അത്തരത്തിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഡൈഡ്, ഇത് ഒരുപക്ഷെ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് എഴുതുന്നതാണ്, എന്നാലും ഹിൻസ് തന്നിരിക്കുന്നതിന്റെ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. സോ ഹി ഡൈഡ് ഇൻ 1994 വെൻ ഹി വാസ് 33 years old. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ just 4 months after being awarded the Pulitzer Prize for feature photography, Carter died by suicide. Died of suicide by carbon monoxide poisoning. ശരിക്കും അദ്ദേഹത്തിന്റെ കാറിൽ കാർബൺ മോണോക്സൈഡ് നിറച്ച് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് അതിലിരുന്ന് സഫോക്കേറ്റ് ചെയ്ത് ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാജഡി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹി ഡൈഡ് ഇൻ 1994 എന്ന് എഴുതാം. അതർവൈസ് യു ക്യാൻ യൂസ് ദ ഫ്രേസൽ വെർബ് പാസ്റ്റ് അവേ എന്നുള്ള ഫ്രേസൽ വെർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ നാഷണാലിറ്റി തന്നിട്ടുണ്ട്. ഹി വാസ് സൗത്ത് ആഫ്രിക്കൻ. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ ജോബ് അത്തരത്തിൽ തരുമ്പോൾ നിങ്ങൾക്ക് അത് സെന്റൻസിന്റെ തുടക്കത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കെവിൻ കാർട്ടറിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഹി വർക്ക് ആസ് എ ഫോട്ടോ ജേർണലിസ്റ്റ്. ഒപ്പം ഫേമസ് ഫോർ, അദ്ദേഹം പ്രശസ്തനാവുന്നത് ഈ ഒരു ഒറ്റ പിക്ചർ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ നീണ്ട 10 വർഷക്കാലം അദ്ദേഹം എടുത്ത പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും ഇത്രയും അധികം വെൽ അക്ലൈംഡ് ആവുന്നത്, വെൽ നോൺ ആവുന്നത്, പോപ്പുലർ ആകുന്നത് ഈ ഒരു വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ഫോട്ടോ എടുക്കുന്നതിലൂടെയാണ്. സോ ഹി ടുക്ക് എ ഫേമസ് ഫോട്ടോ ഓഫ് എ സ്റ്റാർവിംഗ് ചൈൽഡ് ആൻഡ് എ വൾച്ചർ ഇൻ സുഡാൻ ഇൻ 1993. 1993 അദ്ദേഹം എടുത്ത സ്റ്റാർവിംഗ് ആയിട്ടുള്ള ഒരു ചൈൽഡ്, വിശന്ന് വലഞ്ഞു വരുന്ന കുട്ടി, അത് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അതിനെ കൊത്തി തിന്നാൻ തയ്യാറായി വന്നിരിക്കുന്ന ഒരു കഴുകനും. അതായിരുന്നു ആ ഒരു ഫോട്ടോഗ്രാഫ്. ആൻഡ് അവാർഡ്, ഹി ഗോട്ട് ദി പ്രിസ്റ്റർ പ്രൈസ്, എ ടോപ്പ് അവാർഡ് ഫോർ ജേർണലിസം. ജേർണലിസത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവാർഡാണ് പ്രിസ്റ്റർ പ്രൈസ് ഇൻ 1994 ഫോർ ദാറ്റ് ഫോട്ടോ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ പ്രശസ്തനാക്കിയ ഫോട്ടോ തന്നെയാണ് അദ്ദേഹത്തിന് പ്രിസ്റ്റർ പ്രൈസ് വാങ്ങി കൊടുക്കുന്നത്. അതുപോലെ ഹി വാസ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. ഹി വാസ് പാർട്ട് ഓഫ് ബാങ് ബാങ് ക്ലബ്, എ ഗ്രൂപ്പ് ഓഫ് photographers who took pictures of violence during apartheid South Africa. Apartheid South Africa means കളർ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നമ്മുടെ കെവിൻ കാർട്ടറിന്റെ ജനനം തന്നെ അത്തരത്തില് വയലൻസ് എക്സിസ്റ്റ് ചെയ്തിരുന്ന സമയത്താണ്. അതിനെ പിക്ചറൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരൊരു ടീമായി, ബാങ് ബാങ് ക്ലബ് എന്ന് പറയുന്ന ഒരു ടീമായി ഇത്തരത്തിലുള്ള വയലൻസ് പിക്ചറൈസ് ചെയ്ത് ലോകത്തിനെ അറിയിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചു. അതുപോലെ ക്രിറ്റിസിസം, അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായി പല ഭാഗത്തു നിന്നും. സം പീപ്പിൾ വെർ ആംഗ്രി ദാറ്റ് ഹി ടുക്ക് ദ ഫോട്ടോ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദി ചൈൽഡ്. നമ്മൾ പലപ്പോഴും ഇപ്പം പ്രസന്റ് സിനാരിയോയിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, ഏതെങ്കിലും ഒരു ട്രാജഡി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ഫോൺ എടുത്ത് അത് പിക്ചറൈസ് ചെയ്യാൻ, അത് ഫിലിം ചെയ്യാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വി ആർ നോട്ട് റെഡി ടു ഹെൽപ്പ് ദം. അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ മാറി. സോ അത്തരത്തിലുള്ള ക്രിറ്റിസിസം അദ്ദേഹത്തിന് ഒരുപാട് കിട്ടി. പലരും പറഞ്ഞു കുട്ടീനെ രക്ഷിക്കാതെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തതെന്നൊക്കെ ഉള്ള വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആൻഡ് ഡെത്ത്, അപ്പൊ ഡൈഡ് അല്ലെങ്കിൽ ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് ഹിൻസിലുണ്ടാവും. അപ്പൊ ഹി വാസ് വെരി സാഡ് ആൻഡ് സ്ട്രെസ്ഡ് ഫ്രം ഓൾ ദ പെയിൻസ് ഹി സോ. ഈ ഒരു ഒറ്റ പിക്ചർ മാത്രമല്ല, അദ്ദേഹം കണ്ടതൊക്കെയും വയലൻസ് ആണ്. അതൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അദ്ദേഹം അത് എങ്ങനെ ഇൻടേക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓരോ പടവും അല്ലെങ്കിൽ ഓരോ ചിത്രവും അദ്ദേഹം ചിത്രീകരിക്കുന്ന ഓരോന്നും, നെക്ലേസിംഗ് പോലുള്ള പബ്ലിക് എക്സിക്യൂഷൻ കണ്ടപ്പോഴും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഓരോ സീനും കാണുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ വേദനയായിരുന്നു. ഈ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നുള്ള പിക്ചർ അതിന് മൂല കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പിക്ചേഴ്സും അദ്ദേഹത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി ടുക്ക് ഹിസ് ഓൺ ലൈഫ് ഇൻ 1994. 1994 അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ജീവൻ എടുത്തു. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഇവന്റ്ഫുൾ ഹിസ്റ്ററി. അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഇവന്റ്ഫുൾ ഹിസ്റ്ററി അങ്ങനെ അവസാനിക്കുകയാണ്. സോ ചില മെന്റൽ ഹെൽത്ത് പുവർ ആയിട്ടുള്ള ചില ആൾക്കാർ ഇങ്ങനെയാണല്ലേ, എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് അത് അവരെ വല്ലാതെ അലട്ടുകയും അതിൽ നിന്ന് അവർക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തില് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഗയായിരുന്നു കെവിൻ കാർട്ടർ. സോ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത്തരത്തിൽ ഹിൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ നല്ലൊരു പാരഗ്രാഫ് ആക്കി പ്രസന്റ് ചെയ്യുക കൂടെ വേണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്. കെവിൻ കാർട്ടർ എന്ന് ഹെഡിങ് ആയി തന്നെ പേര് കൊടുക്കുക. പറ്റുമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതുക. എപ്പോഴും അപ്പർ കേസ് എഴുതുന്നതാണ് നല്ലത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് നല്ലത്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായിരുന്നാലും നിങ്ങൾ വളരെ ക്ലിയർ ആയി ആ ഒരു തന്നിരിക്കുന്ന പേര് ഹെഡിങ് ആയി കൊടുക്കുക.
ഒപ്പം ഇതുപോലെ ബർത്ത് ഇയർ ആൻഡ് ഇയർ ഓഫ് ഡെത്ത് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ വേ ഓഫ് പ്രസന്റേഷൻ ഈസ് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ എക്സാം. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്നത് നിങ്ങളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് പ്രൊഫൈൽ എന്നൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് അടുത്ത വരികളിലായി എഴുതാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് പ്രോപ്പർ ചാനലിൽ സെറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. I'm going to read this. Kevin Carter was a South African photojournalist and born in 1960, best known for his Pulitzer Prize winning photograph of a starving Sudanese child being washed by a vulture. ഒരു കഴുകൻ നോക്കിയിരിക്കുന്ന ആ സുഡാനി പെൺകുട്ടിയുടെ ഫോട്ടോ, അതായിരുന്നു അദ്ദേഹത്തിനെ വിന്നിംഗ് പൊസിഷനിലേക്ക് ഒരു ഓവർനൈറ്റ് സെലിബ്രിറ്റി ആക്കി അദ്ദേഹത്തിനെ മാറ്റിയത്. And the photo taken in 1993 drew global attention to the famine in Sudan and sparked debate about journalistic ethics. ജേർണലിസ്റ്റിക് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും അതിന്റെ എത്തിക്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ, ധാർമ്മികതയെ കുറിച്ച് പറയാറുണ്ട്. അത് ടീച്ചിങ് പ്രൊഫഷനിലാണെങ്കിലും ജേർണലിസത്തിലാണെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലും മറ്റേത് ജോലി വഹിക്കുന്ന ആളാണെങ്കിലും അല്ലെ. അപ്പൊ എത്തിക്സിനെ കുറിച്ച് പലരും ചോദ്യം ചെയ്തു അദ്ദേഹത്തിനെ. ഒരു ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ മനുഷ്യത്വപരമായിട്ട് കുട്ടീനെ രക്ഷിക്കുക എന്നുള്ള കടമ ചെയ്തില്ല. അത്തരത്തിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയും ചെയ്തു. സോ ഗ്ലോബൽ അറ്റൻഷൻ നേടിക്കൊടുത്ത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക പ്രശസ്തനാക്കിയ ഫോട്ടോഗ്രാഫ് ആയിരുന്നു അത്. Carter was part of Bang Bang Club, a group of photographers who captured the violence during the final years of apartheid in South Africa. സൗത്ത് ആഫ്രിക്കയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന കളർ ഡിസ്ക്രിമിനേഷനെതിരെ അതിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ആ വയലൻസിനെതിരെ അത്തരത്തിലുള്ള പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടീമായിരുന്നു ബാങ് ബാങ് ക്ലബ്. ദോ പ്രൈസ്ഡ് ഫോർ ഹിസ് പവർഫുൾ ഇമേജസ്, അദ്ദേഹത്തിന്റെ ഓരോ പടങ്ങളും അല്ലെങ്കിൽ ഓരോ ഫോട്ടോഗ്രാഫ്സും ജീവിതം തന്നെ ഒപ്പിയെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഒക്കെയും വളരെയധികം പ്രൈസ്ഡ് ആവുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. ഹി ഓൾസോ ഫേസ്ഡ് ക്രിറ്റിസിസം ഫോർ നോട്ട് ഹെൽപ്പിംഗ് ദ ചൈൽഡ് ഇൻ ദ ഫോട്ടോ. അദ്ദേഹത്തിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ സഹായിച്ചോ അല്ലെങ്കിൽ എന്ത് ആ കുട്ടിക്ക് പറ്റി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോ ഹി വാസ് ഹെൽപ്ലെസ് ടു ആൻസർ. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലാതെ നിൽക്കേണ്ടി വന്നു. ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്ട്രഗ്ലിംഗ് വിത്ത് ഇമോഷണൽ ട്രോമ ആൻഡ് ദ വെയിറ്റ് ഓഫ് ഹിസ് എക്സ്പീരിയൻസസ്, കാർട്ടർ ഡൈഡ് ബൈ സൂയിസൈഡ് ഇൻ 1994. ശരിക്കും കാർട്ടർ ഒരു ട്രോമയിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പല സെലിബ്രിറ്റീസും ഈയിടെയായി നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ വാർത്തകളിൽ ഡിപ്രഷൻ ആയിരുന്നു അവരുടെ മരണ കാരണം, അവർക്ക് വല്ലാത്ത വിഷാദ രോഗമായിരുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളിലും മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. അത്തരത്തില് മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. സോ ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ എന്ന് പറയുന്ന ഒരു കോട്ടൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്ന് ഒരു ഫീല് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടതുണ്ട് എന്ന്. അപ്പോ കെവിൻ കാർട്ടറിന് ആ ഒരു ഡിപ്രഷനെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ സ്ട്രഗിളിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയില്ല. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ഇത്തരത്തിലുള്ള കെവിൻ കാർട്ടറിന്റെ പ്രൊഫൈല് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രസന്റ് ചെയ്യേണ്ടത്. എക്സാമിന് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫായിട്ട് തന്നെ എഴുതുക. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ടോ 4ഓ 5ഓ 6ഓ ഇത്തരത്തിലാണ്. ചിലപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ ചോദിച്ചേക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പോലും പ്രൊഫൈൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇനി നിങ്ങൾ കാണുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ പിക്ചർ തന്നെയാണ്. ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ, ഓൾസോ നോൺ ആസ് ദ സ്ട്രഗ്ലിംഗ് ഗേൾ, is a photograph by Kevin Carter, which first appeared in the New York Times on 26th March 1993. 1993 ന്യൂയോർക്ക് ടൈംസിൽ വന്ന കെവിൻ കാർട്ടറിന്റെ ഫോട്ടോഗ്രാഫാണ് ഈ വൾച്ചർ ആൻഡ് ദി ലിറ്റിൽ ഗേൾ. സുഡാനില് അപ്പൊ നടന്നിരുന്ന അവിടുത്തെ കഷ്ടതകൾ അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ തീവ്രത ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്.
സോ ഒരു ഫാമിൻ ആയിട്ടുള്ള ഫുഡ് ഷോർട്ടേജ് കൊണ്ട് വലഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ കുട്ടികൾ വിശന്ന് അല്ലെങ്കിൽ പട്ടിണിയിലാണ്. അപ്പൊ അത്തരത്തിൽ കുട്ടികളുടെ ഒരു ഈ കുട്ടീന്റെ ഫോട്ടോ അദ്ദേഹത്തിനെ വല്ലാതെ പ്രശസ്തനാക്കി. അത് നമ്മൾ കണ്ടതാണ്, പറഞ്ഞതാണ്. സോ ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന് പറഞ്ഞിട്ട് യുഎന്റെ ഒരു പദ്ധതിയായിരുന്നു. നമ്മുടെ ജനങ്ങളുടെ ഈ ഒരു നരകയാതന അവരെ അവരുടെ അവരെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. അതിന്റെ ഭാഗമായിട്ട് കെവിൻ കാർട്ടറും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സിൽവയും കൂടെ അവിടേക്ക് പിക്ചറൈസ് ചെയ്യാനായിട്ട്, അതിനെ പോർട്രേ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു ഇവന്റിലാണ്, ആ ഒരു ടൈമിലാണ് ഈ ഒരു പിക്ചർ അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നത്. സോ ഈ എന്താ പറയുന്നത്, ഒരേ ഒരു പിക്കാണ് അദ്ദേഹത്തിന് ഇത്രയധികം വെൽ അക്ലൈംഡ് ആക്കുന്നതും അദ്ദേഹത്തിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് പോലും ഈ ഒരു ഒറ്റ പിക്ചറിന്റെ ബേസിലാണ് അല്ലെ. അപ്പോ എന്താ ഒരു ഓവർനൈറ്റ് സെലിബ്രിറ്റി ആയി മാറിയ പാവം നമ്മുടെ കെവിൻ കാർട്ടർ ജീവിതത്തിനോട് വിട പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുന്നത് ട്രാജിക് എൻഡ് ഉള്ള ഒരു സ്റ്റോറി തന്നെയാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇനി അറിയേണ്ടത് കെവിൻ കാർട്ടറിനോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ മേ ബി ഇങ്ങനെയായിരിക്കാം: യു ആർ ആസ്ക്ഡ് ടു ഇന്റർവ്യൂ കെവിൻ കാർട്ടർ, റൈറ്റ് 4 questions and 4 റെസ്പോൺസസ് അല്ലെങ്കിൽ പോസിബിൾ ആൻസേഴ്സ്. ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിപ്പയർ 4 questions എന്ന് മാത്രം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങളൊക്കെയും ചോദിക്കാം. പക്ഷെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ചാപ്റ്ററിൽ ബേസ് ചെയ്തും പറയാറുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ക്യാരക്ടറിനോട് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്, കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അതല്ലാതെ കെവിൻ കാർട്ടർ എന്നുള്ള പേഴ്സണോട് തന്നെ ചോദിക്കാന്നുള്ള തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ഒരു 8 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പറഞ്ഞു തരാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 1 2 അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ ഫോട്ടോ ജേർണലിസ്റ്റ്? ഈ ഫോട്ടോ ജേർണലിസ്റ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് റൈറ്ററും ആക്ടറും ഒക്കെ ആക്കി മാറ്റാൻ പറ്റും അല്ലെ. ഇപ്പൊ മോഹൻലാലിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ ആക്ടർ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് സംയോജിതമായും പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയും എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. ക്യാൻ യു ടെൽ മീ അബൌട്ട് ദ മൊമെന്റ് യു ടുക്ക് യുവർ ഫേമസ് ഫോട്ടോഗ്രാഫ് ഇൻ സുഡാൻ? സോ ഒരു മൊമെന്റ് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. സുഡാനിൽ വെച്ച് നിങ്ങൾ എടുത്ത ആ പിക്ചറിനെ കുറിച്ച്, ആ സമയത്തെ കുറിച്ച്. ആൻഡ് ഹൗ ഡിഡ് യു ഫീൽ വെൻ യു സോ ദ റിയാക്ഷൻ ടു യുവർ ഫോട്ടോ അറൌണ്ട് ദ വേൾഡ്? ലോകത്തെ നടുക്കിയ ഒരു ഫോട്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ലിറ്റിൽ ഗേളിന്റെ ഒരു പിക്ചർ. സോ നിങ്ങളൊക്കെ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് യു ഫേസ് വൈൽ ഡോക്യുമെന്റിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് സഫറിങ്സ്? ഇതുപോലുള്ള കോൺഫ്ലിക്ട്സും സഫറിങ്സും ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും നമ്മുടെ ഫോട്ടോ ജേർണലിസ്റ്റുകളും ഒക്കെ വല്ലാത്ത ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. വെല്ലുവിളികൾ ഒട്ടനവധിയാണ് അവരുടെ മുന്നിൽ. ഹൗ ഡു യു ബാലൻസ് ദ റോൾ ഓഫ് ബീയിങ് ആൻ ഒബ്സർവർ ആൻഡ് ദി ഏർജ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ഡിസാസ്റ്റർ? പലർക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഏർജ് ഉണ്ടാവാറില്ല, ഒരു എന്താ പറയുന്ന ഒരു ത്വര ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ കെവിൻ അങ്ങനെയായിരുന്നില്ല. കിട്ടിയ കംഫർട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഹി വാസ് റെഡി ടു ഹെൽപ്പ് അതേഴ്സ്. വാട്ട് മെസ്സേജ് ഡു യു ഹോപ്പ് പീപ്പിൾ ടേക്ക് അവേ ഫ്രം യുവർ ഫോട്ടോഗ്രാഫ്സ്? ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് കാണുന്നത് വഴി ജനങ്ങൾ എന്ത് മെസ്സേജ് എടുക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു? അതാണ് അടുത്ത ചോദ്യം. ഹൗ ഡിഡ് ബീയിങ് പാർട്ട് ഓഫ് ദി ബാങ് ബാങ് ക്ലബ് ഇൻഫ്ലുവൻസ് യുവർ വർക്ക് ആൻഡ് ലൈഫ്? നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിച്ചത് എത്രത്തോളം ബാങ് ബാങ് ക്ലബ്ബ് സ്വാധീനിച്ചു എന്നുള്ളൊരു ചോദ്യം. What advice would you give to young photographers who want to cover difficult stories? ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ വാറോ സഫറിങ്സോ ട്രാജഡീസോ ഒക്കെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്, യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളുടെ എക്സാമിന് ഒരു പ്രൊഫൈലായോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നമുക്ക് കെവിൻ കാർട്ടറിന്റെ ചാപ്റ്റർ എക്സ്പെക്ട് ചെയ്യണം. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ
PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നവംബർ 2023 സപ്ലിമെന്റ് നിങ്ങളുടെ സപ്ലി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റനും ആൻസറും കൂടിയാണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് മൈ മോസ്റ്റ് സക്സസ്ഫുൾ ഇമേജ് ആഫ്റ്റർ 10 years ഓഫ് ടേക്കിംഗ് പിക്ചേഴ്സ്. ഇത് ടെക്സ്റ്റിലെ തന്നെ വരികളാണ്. ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ടെക്സ്റ്റിലെ ഈ ഒരു വരികൾ കാണാൻ സാധിക്കും. ബട്ട് ഐ ഡു നോട്ട് വോണ്ട് ടു ഹാങ് ഇറ്റ് ഓൺ മൈ വാൾ. ഐ ഹേറ്റ് ഇറ്റ്. എന്റെ ഏറ്റവും പ്രശസ്തമായ 10 വർഷത്തെ ഫോട്ടോഗ്രാഫിയിലെ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രശസ്തി നേടിത്തന്ന പിക്ചറാണിതെങ്കിലും ഞാനിത് എന്റെ ഭിത്തിയിൽ തൂക്കില്ല. ഇത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഇറ്റ് എന്ന് പറയുന്ന വാചകം. Why did Kevin Carter say this about his popular photograph? അവിടെ ഒരു സ്പേസിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പോപ്പുലർ ഫോട്ടോഗ്രാഫ്. Write a paragraph on Kevin Carter's profession as a photographer. സോ നമ്മളിപ്പോ പറഞ്ഞ പ്രൊഫൈല് തന്നെയാണ് ശരിക്കുമുള്ള ഉത്തരം. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് പോലെ എങ്ങനെ എഴുതാം എന്നുള്ളത് കൂടെ പറഞ്ഞുതരാണ്. എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കെവിൻ കാർട്ടറിനെ കുറിച്ച് അറിയാവുന്നത്, ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത് എന്തും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അറിയില്ല എന്ന് കരുതി നിങ്ങൾ പിന്തിരിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മാർക്ക് നിങ്ങൾ അവിടെ കളയുകയാണെന്നുള്ള ധാരണ വേണം. സോ ആൻസർ ഇങ്ങനെയാണ്. കെവിൻ കാർട്ടർ വാസ് എ സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ്. തുടക്കം തൊട്ട് നമ്മൾ പറയുന്നതാണ്. ഹു ടുക്ക് പവർഫുൾ പിക്ചേഴ്സ് ഓഫ് വാർ, പോവർട്ടി ആൻഡ് ഹ്യൂമൻ സഫറിങ്സ്. അദ്ദേഹം എടുത്തതൊക്കെയും പവർഫുൾ ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു, പവർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരുന്നു. യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും മനുഷ്യരുടെ സഫറിങ്ങിന്റെയും ഒക്കെ ആയിരുന്നു അത്. He worked during a violent time in South Africa and was part of a group called the Bang Bang Club. Again നമ്മൾ ബാങ്ക് ബാങ്ക് ക്ലബിനെ കുറിച്ചും അദ്ദേഹം എടുത്ത പിക്ചേഴ്സിനെ കുറിച്ചും സൗത്ത് ആഫ്രിക്കയിൽ അന്ന് നടന്നിരുന്ന അല്ലെങ്കിൽ അപ്പാർത്തൈഡ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിൽ കളർ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന സൗത്ത് ആഫ്രിക്കയിലെ വയലൻസ് പിക്ചറൈസ് ചെയ്യുകയായിരുന്നു എന്നും ഒക്കെ നമ്മൾ തുടക്കം തൊട്ട് പറയുന്നു. Who captured the truth of what was happening around them. അവർക്ക് ചുറ്റും നടക്കുന്നതൊക്കെയും ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പിക്ചേഴ്സ് എടുത്തത്. ഹിസ് മോസ്റ്റ് ഫേമസ് ഫോട്ടോ ഷോഡ് എ സ്റ്റാർവിംഗ് ചൈൽഡ് ബീങ് വാഷ്ഡ് ബൈ എ വൾച്ചർ ഇൻ സുഡാൻ. സുഡാനില് ഒരു പട്ടിണി കോലമായിട്ടുള്ള ഒരു കുട്ടി, അവളെ നോക്കിയിരിക്കുന്ന വൾച്ചർ, കഴുകൻ. സോ ദ പിക്ചർ ഷോക്ഡ് ദ വേൾഡ്. നമ്മളെ പോലെ തന്നെ ഈ ലോകത്തെ നടുക്കിയ ഒരു പിക്ചർ ആയിരുന്നു അത്. ആൻഡ് വൺ ഹിം പുലിറ്റ്സർ പ്രൈസ്. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് നേടാനും സഹായകമായ ആ ഫോട്ടോ. ബട്ട് ഈവൻ ദോ ഇറ്റ് മെയ്ഡ് ഹിം ഫേമസ്, അത് അദ്ദേഹത്തിന് ഫേമസ് ആക്കിയെങ്കിലും കെവിൻ കാർട്ടർ ഫെൽറ്റ് വെരി സാഡ് ആൻഡ് ഗിൽറ്റി അബൌട്ട് ഇറ്റ്. പബ്ലിക്കിന്റെ ക്രിറ്റിസിസത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മെനി പീപ്പിൾ ആസ്ക്ഡ് വൈ ഹി ഡിഡ്ന്റ് ഹെൽപ് ദ ചൈൽഡ് ആൻഡ് ദാറ്റ് മെയ്ഡ് ഹിം ഫീൽ വേഴ്സ്. അദ്ദേഹത്തിന് ബാഡായിട്ട് തോന്നുകയല്ല ചെയ്തത്, അദ്ദേഹത്തിന് വേഴ്സായി തോന്നി. തനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്ന, തനിക്ക് സഹായിക്കാൻ പറ്റുമായിരുന്ന ഒരു കുട്ടിയെ സഹായിക്കാൻ കഴിയാത്തതിന്റെ വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ്. ആ ഓർമ്മകൾ അദ്ദേഹത്തിനെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റുകയാണ്. ആ വിഷാദ രോഗത്തിന് അടിമയാവുന്ന കെവിൻ പിന്നീട് ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടി കേവലം 4 മാസങ്ങൾ കൂടെ അദ്ദേഹം ജീവിക്കുന്നുള്ളൂ. സോ ഹിസ് മോസ്റ്റ് ഫേമസ് ഫോട്ടോ ഷോഡ് ദ സ്റ്റാർവിംഗ് ചൈൽഡ് ബീങ് വാഷ്ഡ് ബൈ എ വൾച്ചർ ഇൻ സുഡാൻ. The picture shocked the world and won him the Pulitzer Prize. But even though it made him famous, Kevin Carter felt very sad and guilty about it. Many people asked why he didn't help the child, and that made him feel worse. He said the pain he saw through his camera was hard to forget. ക്യാമറയിൽ കൂടെ കണ്ട ഓരോ യാതനകളും അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻ ദ എൻഡ്, അല്ലെ, ഈ കഥയ്ക്ക് ഒരു ഹാപ്പി എൻഡിങ് അല്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിഷമവും. ഈവൻ ദോ ഹിസ് ഫോട്ടോ റേസ്ഡ് അവയർനെസ്, ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നു ആ പടങ്ങൾക്ക്, അല്ലെ, ഒരു ബോധവൽക്കരണം. ഈ വാറിന്റെ ഒക്കെ എൻഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഹ്യൂമൻ സഫറിങ് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോഴും നമുക്കതുണ്ടോ എന്ന്
ഒന്നും കൂടി പുനർചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഹി ഡിഡ് നോട്ട് ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ്. അദ്ദേഹം ഒരിക്കലും ആ ഒരു പിക്ചർ എടുത്തതിൽ പ്രൗഡ് ആയിരുന്നില്ല. ഇറ്റ് റിമൈൻഡഡ് ഹിം ഓഫ് ദ സഫറിങ് ഹി കുഡിൻ സ്റ്റോപ്പ്. അദ്ദേഹത്തിന് നിർത്താൻ സാധിക്കാത്ത, അദ്ദേഹത്തിന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്ത ആ യാതനകളെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൊക്കെ റിക്കർ ചെയ്ത് ഇങ്ങനെ തുടർന്നും ആവർത്തിച്ച് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ആ പിക്ചർ. അദ്ദേഹം എടുത്ത ഓരോ പിക്ചേഴ്സും അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്നു. സോ അറ്റ് ദ എൻഡ് അദ്ദേഹം ആ ഒരു വേൾഡ് ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ സൂയിസൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കെവിൻ കാർട്ടറിന്റെ കഥയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ. +1 എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കെവിൻ കാർട്ടറിന്റെ ചാപ്റ്റർ നമ്മൾ അറിയാതെ പോകരുത്. അത്ര മാത്രമേ ഉള്ളൂ. കെവിൻ കാർട്ടറിന്റെ ഒരു ചെറിയ പ്രൊഫൈല് നിങ്ങൾ തന്നെ തയ്യാറാക്കുക. ഒപ്പം ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി നോക്കുക. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരു 5 എണ്ണമെങ്കിലും മിനിമം കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. കെവിനെ പോലെ തളർന്നിരിക്കാതെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. തൽക്കാലം ചില വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. യു ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.